ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മനസാക്ഷിയില്ലാത്ത ദേവികയ്ക്ക് മുന്നിൽ ഈ ഫോം പൂരിപ്പിച്ച് നൽകി. ദേവികയുടെ ദയയ്ക്ക് കാത്തു നിന്നിട്ട് എന്ത് കാര്യം? ഇനി അപമാനം താങ്ങാൻ എനിക്ക് വയ്യബി. ഞാനില്ല ഒന്നിനും. അവ തന്നെ വെച്ചു. ചേച്ചിയുടെ ഈ തോന്നലുകൾ വെറുതെ ആവില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ ഒരിക്കലും അഭിഷേകിനെ കുറിച്ച് ഇങ്ങനൊന്നും ചിന്തിച്ചിരുന്നില്ല. അവൻ നമ്മുടെ ശത്രുവാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. ശത്രുക്കളുടെ എണ്ണം കൂടുകയാണല്ലോ ഗോപിക. ശത്രുക്കളുടെ എണ്ണം എത്രയായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്നും എന്റെ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. ജേക്കബേ, അനീഷേട്ടൻ ആവശ്യപ്പെട്ട ആ അഡ്വാൻസിങ് എടുത്തേ. സാർ അത് എന്താടോ, എന്തു പറ്റി? സാർ, ഈ കമ്പനിയിലെ സാമ്പത്തികമായ എന്ത് ഇടപാടുകളും ദേവിക മാഡം അറിയാതെ, മാഡത്തിന്റെ അനുമതിയില്ലാതെ ഞങ്ങൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല സാർ. അതാണ് ഇപ്പോഴത്തെ ഉത്തരവ്. സാർ എന്നോട് ക്ഷമിക്കണം. എന്താടോ താനീ പറയുന്നത്? ഇന്നലെ വരെ നിയമം എങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇന്ന് ഈ പുതിയ നിയമം ആരാ കൊണ്ടുവന്നത്? ഇന്നലെ വരെ പണം സാങ്ഷനാക്കാനുള്ള അധികാരം എനിക്കായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാ എന്നോട് പോലും ചോദിക്കാതെ ഈ അധികാരം ദേവികേച്ചിയുടെ കയ്യിലേക്ക് എത്തിയത്? എന്നെ അറിയിക്കാതെ ഈ പുതിയ നിയമം എങ്ങനെയാ വന്നത്? എനിക്കത് അറിയണം. അറിഞ്ഞേ തീരൂ. ഈ നിയമം കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. ഈ നിയമം കർശനമായി എല്ലാവരും പാലിക്കണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ മഹാദേവൻ സാർ ഈ ഓഫീസിലേക്ക് വരികയും ഈ നിയമം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോ എനിക്ക് ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് കിട്ടില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ച എന്റെ കയ്യിൽ താ. ഞാനിത് ദേവിക മാഡം വരുമ്പോൾ കാണിക്കാം. എന്നിട്ട് പ്രത്യേകം പറഞ്ഞ് മാഡത്തിന്റെ പെർമിഷനും ഒപ്പും വാങ്ങി നിങ്ങൾക്ക് പണം തരാം. അനീഷേട്ടാ, അനീഷേട്ടനെ സഹായിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. മാനേജർ പറഞ്ഞു കേട്ടില്ലേ? എന്റെ കൈകളിലുണ്ടായിരുന്ന അധികാരം ഞാൻ പോലും അറിയാതെ നഷ്ടപ്പെട്ടത്. ഇപ്പോ ഇവിടെ എല്ലാം ദേവികേച്ചിയാ. എല്ലാ അധികാരവും ദേവികേച്ചിക്കാ. സഹോദരനായ അനീഷേട്ടനോട് പോലും ദേവികേച്ചി മനസ്സലിവോ വിട്ടുവീഴ്ചയോ കാണിക്കുന്നില്ല. ആ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാനാവും അനീഷേട്ടാ? സോറി. അനീഷേട്ടൻ ചോദിച്ച പണം തരാൻ സാധിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. മനസാക്ഷിയില്ലാത്ത ദേവികയ്ക്ക് മുന്നിൽ ഈ ഫോം പൂരിപ്പിച്ച് നൽകി. ദേവികയുടെ ദയയ്ക്ക് കാത്തു നിന്നിട്ട് എന്ത് കാര്യം? ഇനി അപമാനം താങ്ങാൻ എനിക്ക് വയ്യബി. ഞാനില്ല ഒന്നിനും. അവ തന്നെ വെച്ചു. അങ്കിളെ, ഈ ചെക്കുകളെല്ലാം ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞ് എന്റെ ഓഫീസിലേക്ക് വന്നതാ. ഇതെല്ലാം എന്താ? എനിക്ക് മനസ്സിലായില്ല. ഈ ചെക്കുകളെല്ലാം
ഇനി മോൾ സൈൻ ചെയ്താൽ മാത്രമേ പാസ്സാവുകയുള്ളൂ. ഇതിന്റെ എല്ലാം സൈനിങ് അതോറിറ്റി ഇനി മോളാണ്. എത്രയും പെട്ടെന്ന് അങ്കിൾ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് അങ്കിള് കാണുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഒരു പെൻഡ്രൈവ് എന്റെ ക്യാബിനിൽ നിന്നും കാണാതെ പോയിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷിക്കാനായി CCTV ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോ ആ പെർട്ടിക്കുലർ ഫുട്ടേജ് അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഭദ്രൻ എങ്ങനെ ഞാനും കുട്ടനും പാർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായി അവിടെ എത്തി? ഞാനും കുട്ടനും പാർക്കിൽ പോകുന്ന വിവരം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഭദ്രനെ ആ വിവരം അറിയിക്കണമെങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ ആപത്ത് പുറത്തു നിന്നല്ല, വീട്ടിൽ നിന്ന് തന്നെയാന്ന് കൃത്യമായി മനസ്സിലാവും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അങ്കിൾ ഈ ചുമതലയോടെ എന്നെ ഏൽപ്പിക്കുന്നത്. ഇനി ഈ നടപടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നിരന്തരം ഞങ്ങളെ പിന്തുടരുന്ന ശത്രുക്കളുടെ ശത്രുത കൂടും. കുട്ടന്റെ ജീവന് നേരെയുള്ള അപകട ഭീഷണിയും വർദ്ധിക്കും. സ്വത്തിന്റെ കാര്യത്തിലല്ല ഞാൻ മുൻഗണന കൊടുക്കുന്നത്. കുട്ടന്റെ ജീവനാ എനിക്ക് പ്രധാനം. ഇപ്പൊ തന്നെ ശത്രു ഞങ്ങളുടെ വളരെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ചുമതല അങ്കിൾ എന്നെ ഏൽപ്പിച്ചത്? ദേവികയുടെ ഈ മറുപടിയിൽ തന്നെ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. സിദ്ധുവിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ദേവിക ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുവേണ്ടി ദേവികയുടെ ജീവൻ തന്നെ വേണ്ടി വന്നാൽ ത്യജിക്കും എന്നും എനിക്ക് ഉറപ്പുണ്ട്. സിദ്ധുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദേവികയുടെ ഈ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് നമ്മുടെ ഈ ബിസിനസ് സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചുമതലകളെല്ലാം ദേവികയെ ഏൽപ്പിക്കുന്നത്. അങ്കിളെ, ഒന്നുകൂടെ ഒന്ന് ശരിക്കും ചിന്തിച്ചിട്ട് പോരെ ഈ തീരുമാനം? എനിക്കിനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇത് എന്റെ ഫൈനൽ ഡിസിഷനാണ്. അങ്കിളെ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതോടെ എന്റെ എല്ലാ ചുമതലകളും ഞാൻ ദേവികയെ ഏൽപ്പിച്ചിരിക്കുക. ഇനി എന്റെ സ്ഥാനത്ത് നിന്ന് ദേവിക ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തണം. ഞാൻ ഇനി ഈ ഭാഗത്തേക്കേ വരില്ല. ഇത്ര കാലവും നമ്മുടെ കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഞാൻ പ്രവർത്തിച്ചു. ഇനി എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായും സമാധാനമായും സമയം ചെലവഴിക്കണം. അതാണ് എന്റെ ഉദ്ദേശം. ദേവികയെ ഈ ചുമതലകൾ ഏൽപ്പിച്ചതിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ദേവികയെ എനിക്ക് നല്ല വിശ്വാസമാണ്. ദേവികയ്ക്ക് ഭംഗിയായി ഈ ബിസിനസ് നോക്കി നടത്താൻ സാധിക്കും. വിഷ് യു ഓൾ ദ സക്സസ് മോളെ. എൻ്റെ വാക്കിന് ഇത്ര പെട്ടെന്ന് ഈ കമ്പനിയിൽ വിലയില്ലാതായി പോയല്ലോ.